കെ സി വേണുഗോപാലിൻ്റെ ഏത് അനുഭാവിയെ കണ്ടാലും ഏത് അനുയായിയെ കണ്ടാലും അല്ലെങ്കിൽ ഏത് പെട്ടിപിടുത്തക്കാരനെ കണ്ടാലും അല്ലെങ്കിൽ ഈ ചുളിവിൽ മന്ത്രിയോ അല്ലെങ്കിൽ കെ പി സി സിയുടെ ഏതെങ്കിലും ഭാരവാഹിയൊക്കെ ഇട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഏത് കഴിവേറിയെ കണ്ടാലും ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഈ യൂത്ത് ലീഗുകാർ ചെയ്ത പോലെ എന്താണ് സണ്ണി ജോസഫിനെ കാണുമ്പോൾ മുദ്രാവാക്യം വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ വിധി കൽപ്പിതമാണ്. മലയാളികൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ശുംഭന്മാർക്ക്, മണ്ടന്മാർക്ക്, വിഡ്ഢികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രവും പാരമ്പര്യവും പൈതൃകവും തരവഴിയെ കുറിച്ച് നോക്കുമ്പോൾ ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള ആളോ അല്ലെങ്കിൽ ജനപിന്തുണയുള്ള ആളോ ഒന്നും വേണം ഏതെങ്കിലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകാൻ പാർട്ടിയുടെ ഭരണഘടനയിലില്ല. ഈ മണ്ണും ചാരി നോക്കും പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ഒരുപോലെ ഓരോ അവതാരങ്ങൾ ഓരോ സമയത്ത് വരും. ഇത് പിന്നെ കേസ് വരുന്നത് നമുക്ക് നേരത്തെ അറിയാം. മറ്റത് അതുപോലും ഇല്ലായിരിക്കും. പെട്ടെന്ന് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഏതെങ്കിലും ഒരുത്തം വരികയാണ്. ഉത്തരാഖണ്ഡിൽ ND തിവാരി വന്ന പോലെ, പിന്നീട് വിജയ് ബഹുഗുണ വന്ന പോലെ. അല്ലെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമൊന്നുമല്ല, ആന്ധ്രാപ്രദേശിൽ YS രാജശേഖർ റെഡ്ഡി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോൾ റോസയ്യ എന്ന് പറഞ്ഞൊരു വിദ്വാൻ, അദ്ദേഹത്തിന് കണ്ണും കണ്ടുകൂടാ ചെവിയും കേട്ടുകൂടാ, പണ്ട് കാലത്ത് ഇങ്ങനെ ഗവർണറായിട്ട് പോകാനുള്ള പ്രായം. അങ്ങനെ ഒരാളെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ ഫലം എന്ന് വെച്ചാൽ ആ സംസ്ഥാനത്ത് കോൺഗ്രസ് പറഞ്ഞ പാർട്ടിയിലുണ്ടായി. ആ പാർട്ടിയിലുണ്ടായാലും കുഴപ്പമില്ല. ഇതുപോലെ ഓരോ അവതാരങ്ങളെ ഓരോ സ്ഥലത്ത് ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസ് പാർട്ടി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ എന്ന് പറഞ്ഞുകൂടാ, ഇതുവരെയുള്ളതിൽ അവസാനത്തെ ഒരു ദൃഷ്ടാന്തമാണ് നമുക്ക് പ്രിയങ്കരനായ വേണുവേട്ടൻ അഥവാ കെ സി വേണുഗോപാൽ.